ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ മന്തിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ വായോ. അപ്പോൾ നമ്മൾ മന്തി വെക്കാനുള്ള ചിക്കനൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ലോണം നമ്മുടെ അതിൻ്റെ എന്താ പറയുക പൂവൻ മറ്റേ ഒരു എന്താ പറയുക ഒരു പാട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് നീക്കിയാലാണ് എനിക്ക് മനസ്സിന് അത് പിടിക്കുള്ളൂ. അപ്പം ഞാനത് നന്നായി കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ അത് നിൽക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വഴുവഴുപ്പ് തോന്നും. അപ്പം എനിക്കതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനതൊക്കെ നന്നായി നല്ലോണം ക്ലീനൊക്കെ ചെയ്ത് സൂപ്പറാക്കി എന്താ പറയുക ഒരു 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും കഴുകും. പിന്നെ ഞാൻ ആദ്യമേ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി അതിങ്ങനെ ഓരോന്നോരോന്നായി നല്ലോണം വൃത്തിയാക്കി കഴുകി അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കറുപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ എല്ലാ സാധനങ്ങളും നീക്കം ചെയ്തതിന് ശേഷം ഞാൻ അരിപ്പ പോലത്തെ ഒരു പാത്രത്തിലേക്ക് ഞാനത് വെച്ച് കൊടുക്കണം. വെള്ളം നന്നായി വെക്കണം, എന്നാലാണ് നമ്മുടെ മസാലകളൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. പൊടികളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക എന്താ വെള്ളമയം ശരിക്കും പാടില്ല ശരിക്കും. അപ്പം ഞാനത് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഉരുളിയിലേക്ക് ഞാനിങ്ങനെ എല്ലാം മാറ്റി വെച്ചു. അങ്ങനെ ഇപ്പോൾ ആ സിങ്കിലാണെങ്കിൽ വെള്ളം ഇങ്ങനെ കുറവാണ്. അത് ഞാൻ അപ്പുറത്തെ അടുക്കളയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. ഇപ്പോഴത്തെ അടുക്കള ഞാൻ കുറച്ച് ഇങ്ങനെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി ഇവിടെ വെക്കൽ ഒഴിവാക്കും ഞാൻ. മാക്സിമം ഞാൻ ഇവിടെ വെക്കില്ല. കാരണം എനിക്ക് ഇപ്പുറത്തെ അടുക്കളയിൽ എപ്പോഴും എന്താ പറയുക നല്ല വൃത്തിയിൽ ഞാൻ നല്ല നീറ്റായിട്ട് ഇപ്പുറത്തെ അടുക്കള കിടക്കണം. ഫ്രിഡ്ജ് കിടക്കുന്ന അടുക്കളയാണ് ബാക്കിൽ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങളൊരു ബാക്കിലൊരു അടുക്കള എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അവിടെ കുക്ക് ചെയ്യാനും നല്ല സൗകര്യമാണ്. അപ്പം അത് കാരണം ഞാൻ ഈ എന്താ പറയുക ഇവിടെയൊന്നും കഴുകാറൊന്നുമില്ല. ഞാനിവിടെ അവിടെയാണ് എല്ലാം കഴുകാറ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇവിടെ കഴുകി എന്താ പറയുക സെറ്റാക്കി വെക്കാമെന്ന്. അപ്പം ഞാൻ എല്ലാം കഴുകി വാരി വെച്ച ചിക്കൻ ഞാൻ പേഴ്സൺ പാത്രത്തിലേക്ക് ഞാനതെല്ലാം ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ അതിനുള്ള ക്യാപ്സിക്കും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എന്താ പറയുക എല്ലാ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഞാൻ ആ കറുവപ്പട്ട ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 ഗ്രാമ്പ്, 3 ഏലക്ക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക നമ്മുടെ അതിൽ മറ്റേ ഇതില്ലേ നമ്മുടെ ബേ ലീഫ്, അതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ പറയുക അതിന് ശേഷം പിന്നെ എന്താ പറയുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്ര ഇടാം. അപ്പം ഞാനതൊക്കെ ഇട്ടു. പിന്നെ വേണമെങ്കിൽ എന്താ പറയുക കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചാൽ അതിടാം. ഞാൻ പക്ഷെ കളർ ചേർത്ത് ഇന്ന്. അപ്പോൾ കളർ കുറച്ച് യെല്ലോ കളർ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് റെഡ് കളറിൻ്റെ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഇത്തിരി എന്താ പറയുക ഒരു 2 പിടുത്തം 2 നുള്ളി ഞാൻ എന്താ പറയുക മന്തി മസാല യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പിടാൻ പാടുള്ളൂ. കാരണം നമ്മളതിൽ മാഗി ക്യൂബ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നന്നായി നമ്മളത് ഇങ്ങോട്ട് തിരുമ്പി ചിക്കൻ്റെ എല്ലാം അവിടത്തേക്ക് നമ്മുടെ ഈ മസാല ചെന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പകുതി സ്ഥലത്ത് നമുക്കതിൻ്റെ ഉപ്പൊക്കെ വേറെ സ്ഥലത്ത് ഈ മസാല കൂട്ടിയിരിക്കും. പ്രത്യേകിച്ച് മാഗി ക്യൂബിനൊക്കെ നമ്മൾ കട്ടയായിട്ട് അത് വിട്ടില്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ മാഗി ക്യൂബൊക്കെ നന്നായി അതിലേക്ക് അലിയിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് അത് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊക്കെ നന്നായി തിരുമ്പി അങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ ഒരു തിരുമ്പുമ്പോൾ ഒരു മണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് നല്ല മന്തിയുടെ മണമാണ്. നമുക്ക് കടയിലൊക്കെ മേടിക്കുന്ന അതേ സ്മെല്ല് കിട്ടും. നിങ്ങളൊന്ന് എന്തായാലും ഞാൻ വെക്കണ പോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക നമ്മുടെ റൈസ് ഞാൻ കഴുകി 2 കിലോ റൈസാണ് ഞാൻ ഉപയോഗിക്കാൻ എടുത്തത്. പക്ഷെ ഞാൻ 1.25 കിലോയാണ് ഞാൻ എടുത്ത് നോക്കണത്. ഞങ്ങൾ ആളുകളെ എണ്ണം കൂടുതലാണ്. അപ്പം ഞാൻ 1.25 കിലോ എടുത്തു. അത് അതിന് നല്ലോണം ഇങ്ങനെ അതിൻ്റെ എന്താ പറയുക അതിനൊരു ഭയങ്കരമായിട്ട് ഇതിനൊരു കൊഴുകൊഴുപ്പുണ്ട് എന്താ പറയുക കഴുകുമ്പോഴേ. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്തോരം കഴുകാൻ പറ്റുമെന്ന് വെച്ചാൽ അത്ര കഴുകിയാൽ അതിൻ്റെ അത് കൊഴുപ്പ് നീങ്ങി കിട്ടും. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഞാനത് നന്നായി കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കഴുകി നല്ലോണം മറിച്ചും കഴുകി നല്ലോണം കഴുകിയിട്ട് പിന്നെ നമ്മൾ ആ വെള്ളം ശരിക്കും നമ്മുടെ വാട്ടറിൻ്റെ ഇതുപോലെ വെള്ളം വന്നാൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അപ്പം ഞാനത്
ചിലവര് കുറച്ചു നേരം കഴുകി എന്താ പറയുക ബിരിയാണിക്കൊക്കെ വെക്കുമ്പോൾ വെള്ളം കുതിർത്തേക്ക് ഇടും. ഞാൻ പക്ഷെ അങ്ങനെ അധികം നേരമൊന്നും കുതിർത്തിടാനൊന്നും വെക്കില്ല മന്തി വെക്കുമ്പോൾ. ബിരിയാണിക്ക് എങ്ങനെ ഞാൻ ഒരു 10-15 മിനിറ്റൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കും റൈസ്. പക്ഷെ ഇത് ഞാനൊരു കൂടി വന്ന ഒരു 5 മിനിറ്റൊക്കെ വെച്ചുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് എന്താ പറയുക നമ്മുടെ വലിയ കടായി കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കടായിലേക്ക് ഞാൻ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു. മന്തി വേവിക്കുമ്പോൾ നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മുടെ റൈസ് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പൊ നമ്മൾ മന്തി വേവിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ഓയില്, പിന്നെ നമ്മുടെ എന്താ പറയുക കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. എല്ലാം ചെയ്യുന്നതിന് ശേഷം പിന്നെ വേണമെങ്കിൽ മറ്റേ ഇതൊക്കെ ഇടാം, നമ്മുടെ ലീഫ് ഇടാം, പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇടാം. അതൊക്കെ സെറ്റ് ചെയ്യുക. നന്നായി കഴുകി വെച്ച എന്താ പറയുക അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി നമ്മളത് ഉപ്പും നമ്മുടെ ഇതെല്ലാം കൂട്ടി പിടിക്കാനായിട്ട് നന്നായി അത് ഇളക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്താ പറയുക എല്ലാം ചെയ്തത്. അപ്പം ഞാൻ മറ്റേ ചിക്കനിലും ഞാനൊരു എന്താ പറയുക നമ്മുടെ ചെറുനാരങ്ങ മറ്റേ ഇതില്ലേ ചെറുനാരങ്ങ ഉണക്കിയ കറുത്തത്, അത് ഞാൻ കറുത്ത ഇതിടും. ഇപ്പം ഞാൻ അരി വേവിക്കണേലും കൂടി ഞാൻ ആ സാധനം എന്താ പറയുക കറുത്ത ചെറുനാരങ്ങ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണക്ക ചെറുനാരങ്ങ അതും കൂടി ഇട്ട് നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് തള വരണ വരെ മൂടി വയ്ക്കുക. അതിനുശേഷം ഞാനെല്ലാം അരി പകുതി വേവോളമായപ്പോൾ ഞാനത് മാറ്റി അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 കുക്കർ എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക ഓരോന്നായി നമ്മുടെ 2 കുക്കറിൽ നമ്മൾ നമ്മുടെ മന്തിയുടെ ചിക്കൻ റെഡിയാക്കി വെച്ചത് അതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അതിൽ ബാക്കി ചിലപ്പോൾ അടിയിൽ മസാല ഉണ്ടാവും. അപ്പോൾ ആ മസാലയും കൂടിയും എല്ലാം വടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ ആ ഉണക്ക നാരങ്ങ ഞാൻ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബട്ടറിന് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, എനിക്ക് ബട്ടറൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് ബട്ടറിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക ഇതായി വന്ന റൈസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ അത് അമർത്തി കൊടുക്കാൻ പാടില്ല, അമർത്തി കൊടുക്കരുത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും റൈസ് അമർത്തി കൊടുക്കരുത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിക്കൻ വേവോ, അതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളത് വെച്ച് നോക്കാം. അപ്പം ഞാൻ അടുത്ത കുക്കറിലേക്കും കൂടി ഞാനത് എല്ലാ റൈസും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ 2 കുക്കറിൽ നിന്നും കഴിഞ്ഞ് ബാക്കി ഉണ്ടാവും, കാരണം ഞാൻ അതിനുള്ള റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വലിപ്പം ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതാണേ. അപ്പം ഞാൻ എന്താ പറയുക ഒരു 5-6 പച്ചമുളകൊക്കെ ഞാൻ അതിലിങ്ങനെ രണ്ടിലും കുത്തി ഇങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ ഓൾറെഡി മറ്റേ ചാർക്കോൾ ഞാൻ എന്താ പറയുക മറ്റേ ഗ്യാസും അത് കത്തിച്ചിട്ട് അല്ലെങ്കിൽ കനൽ തീയിൽ ഇതായിട്ടിട്ട് നമ്മളൊരു കൂട്ടാൻ പാത്രത്തിൽ എന്തെങ്കിലും മറ്റേ ഓയിൽ പേപ്പർ ഉണ്ടായിരുന്നില്ല, അതും കൂടി വെച്ചൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത്തിരി മറ്റേ കളറിൻ്റെ ഇത് ചേർത്തു. പിന്നെ എന്താ പറയുക റെഡിൻ്റെയും കൂടിയും ചേർത്തു. കുറേശ്ശെ റെഡിൻ്റെ ഒരു തുള്ളി ഇത്തിരിയേശം ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അധികം കളറാവണം, കളറൊന്നും നമ്മൾക്ക് അത്ര നല്ലതല്ല നമ്മൾക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കളർ ചേർക്കണതാണ് നല്ലത്. കളർ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു 2 കൂട്ടാൻ പാത്രങ്ങൾ 2 കുക്കറിലേക്കും വേറെ വേറെ വെച്ച് ചാർക്കോൾ ഞാൻ ഇങ്ങനെ അപ്പം കനലങ്ങോട്ട് കത്തിയിട്ടില്ലേ ശരിക്കും. അപ്പോൾ ഞാനും 2 കുക്കറും കൂടി അത് സെറ്റാക്കി ഞാൻ 2 അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ എനിക്ക് ഒരുപാട് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അതിനിടയിൽ കഴുകാൻ പോവും. അപ്പോൾ അതൊക്കെ കഴുകി എനിക്ക് അടുക്കള എപ്പോഴും നീറ്റായി കിടന്നാൽ നമുക്ക് സ്വതവേ നമ്മൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് നമുക്ക് അടുക്കള എപ്പോഴും ക്ലീൻ ആയിരുന്നാലാണ് നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോൾ. അപ്പിണ്ട് ഞാൻ കുക്കർ അങ്ങോട്ട് തുറന്നപ്പോൾ എൻ്റെ പൊന്നോ അതിങ്ങനെ അതിൻ്റെ ഇതൊക്കെ പ്രഷർ തുറന്നു. അപ്പിണ്ട് അങ്ങോട്ട് അവിടെ നിൽക്കാൻ നല്ല സ്മെല്ലാണ്. ഒറ്റ വിസിലടിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒറ്റ വിസിലടിച്ചതിന് ശേഷം നിങ്ങൾ ഗ്യാസ് ഓഫ് ആക്കിയ ഇത് പോയതിന് ശേഷം മാത്രം തുറക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കുക്കറിൽ ഇത് കഴിഞ്ഞതിന് ശേഷം തട്ടിയിട്ടോ, ഞാൻ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ടായി അതിലേക്കാണ് തട്ടി കൊടുത്തത് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത കുക്കറും അത് തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ട് നീക്കി, അല്ലെങ്കിൽ അങ്ങോട്ട് സൈഡിലേക്കൊക്കെ പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞാനത് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത കുക്കറിലേക്ക് ഞാനത് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അതിനിടയിൽ പറയുന്നത് കളയാതെ ഇടുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് എല്ലാം സെറ്റ് ചെയ്തു. എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ പറയുക എല്ലാം റെഡി ആയതിനു ശേഷം ഞങ്ങൾ എന്താ പറയുക അപ്പം അതിന് കുറച്ച് മുകളിലത്തെ റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇടാനായിട്ട്, ആ ഓറഞ്ച് കളറും ആ യെല്ലോ കളറും കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ പിന്നെ ഗ്രേവി ഉണ്ടല്ലോ കുക്കറിൻ്റെ ഉള്ളിൽ നമ്മുടെ കുറച്ച് ഗ്രേവി അടിയിലുണ്ടല്ലോ, അപ്പം അടിയിലേക്ക് തട്ടിയപ്പോൾ അതും കൂടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്ത് സെറ്റ്
സെറ്റായി നമ്മുടെ മന്തി. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മന്തി കേട്ടോ. നിങ്ങൾ ഇതേപോലെ എന്താ പറയുക, ഞാൻ ചെയ്ത പോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോവാം. ഹലോ കൂട്ടുകാരെ, മന്തി റെഡിയായി. എല്ലാവരും കൂടി കഴിക്കാൻ പോരാട്ടോ. നല്ല ചൂടാ, പിടിച്ചിക്കാൻ പറ്റില്ല. ആവി പറക്കുക, എനിക്ക് പിടിക്കാൻ പറ്റില്ല. മന്തി എനിക്ക്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വിട്ട് വരാട്ടാ. ബൈ.